ഹലോ ഫ്രണ്ട്സ്, Fxmuni പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഫോട്ടോഷോപ്പിൽ ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തിരി സൈസ് കൂടിയ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു എറർ വരും. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് ഡിസ്ക് ഫുൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു എറർ വരുന്നത് ഫോട്ടോഷോപ്പിൽ. ഇതിപ്പോൾ എല്ലാവർക്കും വരുന്നതാണ്. മെയിനായിട്ട് സിസ്റ്റം കോൺഫിഗറേഷൻ കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഫോട്ടോഷോപ്പിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലൊക്കെ വരുന്ന ഒരു കാറ്റഗറിയാണ്. അതുപോലെ ടെക്നിക്കൽ സൈഡാണ്. ഈ ടെക്നിക്കൽ സൈഡാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇതിൽ വരുന്ന എറർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ could not complete the command because the scratch disk are full. അപ്പോൾ ഈ ഒരു എററിനെ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത്, അതായത് ഫോട്ടോഷോപ്പിലെ CCയിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനൊരു എററായിരിക്കും നമുക്ക് ഫോട്ടോഷോപ്പിൽ വലിയ ഒബ്ജക്റ്റുകളും വലിയ സൈസുള്ള ഒബ്ജക്റ്റുകൾ ചെയ്യുമ്പോൾ വരുന്നത്. കുഡ് നോട്ട് കംപ്ലീറ്റ് ദ കമാൻഡ് ബിക്കോസ് ദ സ്ക്രാച്ച് ഡിസ്ക് ആർ ഫുൾ. അപ്പോൾ ഈ ഒരു എറർ നമുക്ക് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ഫിക്സ് ചെയ്യാമെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് മൂവ് ചെയ്യാം. എങ്ങനെയാണ് സ്ക്രാച്ച് ഡിസ്ക് ഫുൾ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫയലുണ്ട്, എഡിറ്റുണ്ട്. നമുക്ക് എഡിറ്റിലോട്ട് പോവാം. എഡിറ്റിൽ പോയിട്ട് ഏറ്റവും താഴെ വരുന്ന ഒരു ഓപ്ഷനുണ്ട്, പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ട്. പ്രിഫറൻസസ്, അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജനറലുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ കെ ആണ് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. കൺട്രോൾ കെ അടിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻസിലോട്ട് പോകാം. അല്ലെങ്കിൽ ഡയറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. സ്ക്രാച്ച് ഡിസ്കിൻ്റെ ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രിഫറൻസിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ആയിരിക്കും വരിക ഒരു ബോക്സിനകത്ത്. അതിൽ സ്ക്രാച്ച് ഡിസ്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത് C ആണ്. അപ്പോൾ നമ്മളതിൽ C സ്പേസൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ എല്ലാ ഡ്രൈവിലുമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓരോ ഡ്രൈവുകളുണ്ട്, HFD അങ്ങനെ ഒരുപാട്. അപ്പോൾ എല്ലാ ഡ്രൈവും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OK കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ നമുക്ക് ഒരുപാട് ഫയൽസൊക്കെ വരാറുണ്ട്. എളുപ്പം എന്ത് വർക്ക് ചെയ്താലും ടെമ്പ് ക്ലിയർ ചെയ്യാനും മറന്നു പോകാറുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ടെമ്പും കൂടെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ സ്ക്രാച്ച് ഡിസ്കിൻ്റെ ഈ അങ്ങനത്തെ ഒരു ഓപ്ഷൻസേ വരത്തില്ല. ഈ ഫോട്ടോഷോപ്പിൽ ഇത്ര എന്തുമാത്രം വർക്ക് ചെയ്താലും അതിൻ്റെ ടെമ്പ് എന്ന് പറഞ്ഞാൽ ധാരാളമായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ടെമ്പ് ഒന്ന് ക്ലിയർ ചെയ്യാം. ടെമ്പിൽ പോയിട്ട് ടെമ്പ് എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഫയൽസൊക്കെ കാണും. അതിനെ കൺട്രോൾ ആയി കൊടുത്ത് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ Fxmuniയുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കണ്ട.